ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവർ മൂന്ന് പേരും വചനത്തിൻ്റെ തുടക്ക ഭാഗത്ത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ദൈവവചന പുസ്തകത്തിൽ കാണുന്നത് എന്നൊന്ന് ചിന്തിക്കുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യതവുമായിരുന്നു. ആഴത്തിൻ്റെ മേൽ അന്ധകാരം വ്യാപരിച്ചിരുന്നു. അടുത്ത ഭാഗം ഇങ്ങനെ പറഞ്ഞത്: ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു, അല്ലെ വ്യാപരിച്ചു കൊണ്ടിരുന്നു. ചില വേർഷനുകളിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നു, ചില വേർഷനുകളിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരെ കാണുക: ആദിയിൽ ദൈവത്തെയും, ആ 2-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തിൻ്റെ ഭാഗത്ത് വെള്ളത്തിൻ്റെ മുകളിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയും നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞാൽ പിതാവിനെ കണ്ടു, പരിശുദ്ധാത്മാവിനെ കാണുന്നു. രണ്ടുപേരെയും നമുക്ക് അറിയാൻ പറ്റുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇനി 1:26 ഉൽപ്പത്തി പുസ്തകം തന്നെയാണ് പറയുന്നത് കേട്ടോ. ദൈവം പറയുന്നു, ഇങ്ങനെ എഴുതിയേക്കുന്നത്: അനന്തരം ദൈവം നമുക്ക് നമ്മുടെ രൂപത്തിലും നമ്മുടെ ഛായയിലും മനുഷ്യനെ നിർമ്മിക്കാം. നമുക്കെന്നാണ് പറയുന്നത്, എനിക്കെന്നല്ല, ഞാനെന്നല്ല പറയുന്നത്. നമുക്ക് നമ്മുടെ ഛായയിലും നമ്മുടെ സാദൃശ്യത്തിലും നമുക്ക് മനുഷ്യനെ നിർമ്മിക്കാം. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നമുക്ക് രണ്ട് കാര്യം അറിയാം. അവിടെ പിതാവും ഉണ്ട്, പരിശുദ്ധാത്മാവും ഉണ്ട്. ഇതിനോട് ചേർത്ത് നമ്മൾ യോഹന്നാൻ 1-ന്റെ 1, 2, 3 വാക്യങ്ങളൂടെ വായിക്കുമ്പോൾ അതിങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവിടുന്ന് ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും വചനം മുഖാന്തരം ഉളവായതൊന്നും അവിടുത്തെ കൂടാതെ ഉളവായതല്ല. ഈ 3 വാക്യങ്ങളും നമ്മളല്ലേ 3-4 വാക്യങ്ങൾ ചേർക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ആദിയിൽ സൃഷ്ടിയുടെ സമയത്ത് അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് 2-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളങ്ങളുടെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം പുത്രനായ യേശുക്രിസ്തു ആണെന്ന് ഇതിനു മുമ്പുള്ള ഒരു മെസ്സേജിൽ നമ്മൾ കണ്ടു. ആ പുത്രനായ യേശുക്രിസ്തുവും പിതാവായ ദൈവവും പുത്രനായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവായ ദൈവവും തുടക്കം മുതൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ആദിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിലും ഉണ്ടെന്നർത്ഥം, അതിന് മുന്നോട്ടും ഉണ്ടെന്നർത്ഥം. ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഉണ്ടായിരുന്നു. യോഹന്നാൻ 1:14 പറയുന്നു: വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. അത് യേശുക്രിസ്തു ആണെന്ന് നമ്മൾ പറയുന്നു. ഇനി 1:26 ഉൽപ്പത്തി 1:26 പറയുന്ന നമുക്ക് നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും എന്ന് പറയുന്നത്, നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും എന്ന് പറയുന്നിടത്ത് പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് എന്ന ദൈവവചനം എഴുതിയേക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് എന്താണ്, എങ്ങനെയാണ് എന്നൊന്ന് ചിന്തിക്കാം. അപ്പോൾ സദൃശ്യവാക്യം, പ്രോവർബ്സ് സദൃശ്യവാക്യം അതിൻ്റെ 8-ാം അധ്യായത്തിനകത്ത് ഒന്നെടുത്തോട്ടെ. സദൃശ്യവാക്യം 8-ാം അധ്യായം, 8-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആദിയിൽ ലോകാരംഭത്തിന് മുമ്പ് തന്നെ ഞാൻ നിത്യതയിൽ നിന്ന് നിയമിക്കപ്പെട്ടു. അവിടെ ഭൂമിയുടെ ലോകാരംഭത്തിന് മുമ്പ് തന്നെ ഞാൻ നിത്യതയിൽ നിയമിക്കപ്പെട്ടു, ആഴങ്ങളില്ലായിരുന്നപ്പോൾ ഞാൻ സൃഷ്ടിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് 30-ാമത്തെ വാക്യത്തിൽ പറയുന്നു: അന്ന് ഞാൻ അവിടുത്തെ അടുക്കൽ മുഖ്യ ശില്പിയായിരുന്നു. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. പിതാവുണ്ടായിരുന്നു, പുത്രനുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ഇനി പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. പുറപ്പാട് 17
പുറപ്പാട് 17-ന്റെ 5-ാമത്തെ വാക്യം. പുറപ്പാട് 17-5 പറയുന്നു, അതിനുത്തരമായി യഹോവ മോശയോട് പറഞ്ഞു, നീ ജനങ്ങൾക്ക് മുമ്പായി നടക്കുക, ഇസ്രായേലിലെ ഏതാനും മൂപ്പന്മാരെയും കൊണ്ടുപോകണം. നീ നദിയെ വടിച്ച വടി കയ്യിലെടുത്തു കൊള്ളണം. അവിടെ ഹൊറേബിലെ പാറമേൽ ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കും. നീ പാറയെ അടിക്കണം, അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ വെള്ളം എത്തും, കുടിക്കാൻ വെള്ളം പുറപ്പെടും എന്ന് അരുളി ചെയ്തു. അതായത് വെള്ളമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നത്. 1 കൊരിന്ത്യർ 10-1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പൊതുവെ നമ്മൾ ധരിച്ചു വെക്കുന്നത് എന്ന് പറഞ്ഞാൽ വചനവുമായും ബൈബിളുമായും വലിയൊരു ആഴമായ ബന്ധമില്ലാത്ത ആളുകൾ ധരിച്ചു വെക്കുന്നത് ഈ യേശു ക്രിസ്തുവിനെ കൂടുതലായി കാണുന്നത് പുതിയ നിയമത്തിലാണ്. യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നത് ആ കാലഘട്ടത്തിലാണെങ്കിലും നമ്മൾ പൊതുവേ നമ്മളുടെ ഒരു വചന പഠനത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നത് പുതിയ നിയമ കാലഘട്ടത്തിലാണെന്ന് നമ്മൾ പൊതുവേ നമ്മുടെ ഒരു ധാരണ. എന്നാൽ നമ്മൾ വചനം വ്യക്തമായി പഠിക്കുമ്പോൾ, വചനം നമ്മൾ ഒരു പരിശുദ്ധാത്മ സഹായത്തോടെ ആഴമായി പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, പുതിയ നിയമത്തിൽ കാണുന്നതിനൊപ്പമായി തന്നെ പഴയ നിയമത്തിലും യേശു ക്രിസ്തുവിനെ കാണാൻ കഴിയും. ബൈബിൾ ഇങ്ങനെ 2 നിയമം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു മാറ്റിയിരിക്കുന്നെങ്കിലും ദൈവത്തിൻ്റെ വ്യവസ്ഥയും വചനത്തിൻ്റെ വ്യവസ്ഥയും വെച്ച് നമ്മൾ നോക്കുമ്പോൾ സൃഷ്ടി മുതൽ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് വചനത്തിലുടനീളം കാണാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ എന്തു പ്രവൃത്തി നമ്മൾ ദൈവവചനത്തിൽ എവിടെ നോക്കിയാലും അവിടെയെല്ലാം ദൃശ്യമോ അദൃശ്യമോ ആയി ഇവർ മൂവരും ഉണ്ട് എന്നതാണ് സത്യം. നമ്മൾ ദൈവവചനം മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമുക്കറിയാൻ പറ്റും, ഇവർ 3 പേരും ആദിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് മുതൽ അവിടെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും കാണുന്നെങ്കിൽ യോഹന്നാൻ സുവിശേഷം എഴുതിയ അതിൻ്റെ 1-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്കുകളിൽ യേശു അവിടെ ഉണ്ടെന്നും വചനമാണ് യേശുവെന്നും അതിനുശേഷം നമ്മൾ പിന്നോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ദൈവിക പദ്ധതികൾ നടക്കുന്നിടത്തെല്ലാം, ഈ വചനം വെളിപ്പെടുന്നിടത്തെല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൃശ്യമായതോ അദൃശ്യമായതോ, ദൃശ്യമായതെന്ന് പറയുമ്പോൾ ആത്മനേത്രങ്ങൾക്ക് ദൃശ്യമായത് പലയിടത്തും അതാ. രോഗങ്ങൾ സൗഖ്യമാകുമ്പോഴും ഭൂതങ്ങൾ വിട്ടുപോകുമ്പോഴും ഒക്കെ കാണുന്നത് അദൃശ്യമായ സാന്നിധ്യമാണ്. ഈ അദൃശ്യമായ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് മുന്നോട്ട് പറയാം. യേശു ഭൂമിയിലായിരുന്ന 33.5 വർഷക്കാലം മാത്രമാണ് ദൈവപുത്രനെ അല്ലെങ്കിൽ വചനത്തെ, ദൈവമായിരുന്ന യേശുവിനെ ശരീരത്തിൽ ലോകത്തിന് കാണാൻ കഴിഞ്ഞത് എന്ന യാഥാർത്ഥ്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കാണാൻ കഴിയുന്നത് ആത്മതലത്തിലാണ്. ആയതിനാൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, പിതാ പുത്ര പരിശുദ്ധാത്മാവായ അങ്ങയുടെ സാന്നിധ്യം ദൈവത്തിൻ്റെ ഏത് പ്രവർത്തികളും നടക്കുന്നിടത്ത് ദൃശ്യമല്ലെങ്കിലും അതുണ്ട് എന്ന് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങളത് ഗ്രഹിക്കുന്നു. കർത്താവേ, ഈ വചനം കേൾക്കുന്ന ആളുകൾ, പ്രിയപ്പെട്ടവർ, ഈ സഹോദരങ്ങൾ, അവരെല്ലാവരും ഈ സത്യം വ്യക്തമായി തിരിച്ചറിയുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.